ഹരിയേട്ടാ, ഹരിയേട്ടാ! എന്താ ലക്ഷ്മി, എന്തു പറ്റി? സ്വപ്നം കണ്ടോ? ആരേ ഹരി? ഓ അതോ, ഭയന്നപ്പോ കൃഷ്ണനാമം ജപിച്ചതാ. ഹരി, ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ. വേളച്ചിൽ കള പെണ്ണെ, പേടി വന്നാലേ ഞങ്ങളും വിളിക്കും ഈശ്വരനെ. പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റങ്ങളെന്നോ ആയിരിക്കില്ല. ഒരു ഹരിയേട്ടൻ. നീ ആര്? ഭക്തമീരയോ? ആരാടി അവൻ? ഹരിന്നാ അവന്റെ പേരല്ലേ? ഹരിപ്രസാദ്. എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ട. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് എഡിറ്റർ, കൊള്ളാവുന്ന ശമ്പളം, ക്വാർട്ടേഴ്സ്, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. ആര് വലിച്ചെറിഞ്ഞു? ഓൺ ലീവ് 2 മാസം, ഏറിയാൽ 6 മാസം. അത് കഴിഞ്ഞാൽ ലാവണം പഴയത് തന്നെ, ബോംബെ. എന്നാലും ഹൈ റിസ്ക് ഉള്ളതല്ലേ ഇപ്പോഴത്തെ പണി. എന്തിനാ, ആർക്കു വേണ്ടിയാ? കാശിനോടുള്ള ആർത്തി, അല്ലാണ്ട് എന്താ. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി? വെറും ക്വാർട്ടേഴ്സ്. വല്ലവന്റെ ഔദാര്യം. അനാഥനായി ഈ ഇഴയ്ക്ക് ഏതെങ്കിലും പൊന്നുതമ്പുരാൻ കരവൊഴിവായി പതിച്ചൊന്നൊന്നും അല്ല. പിന്നെ ജോലി, അതിനും സ്ഥിരതയൊന്നുമില്ലല്ലോ. തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ 14ാമത്തെ കീപ്പിലെ 7ാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന്. തീർന്നു. ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു. ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ 10 ലക്ഷം രൂപ, ജുഹൂൽ ഒരു ഫ്ലാറ്റ്, ഒരു കാറും സ്വന്തം. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലി എന്തിനാന്നാ ചോദിക്കുന്നത്? വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട. എന്റെ സ്വന്തം അന്തപുരം അതുണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജീവിതം എനിക്കത് കഴിയും. നിനക്കത് താങ്ങാനാവില്ല. ഞാനത് സമ്മതിക്കില്ല. ഇന്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു പറയാത്ത അജ്ഞാത ദൗത്യമായി കേരളത്തിലെത്തുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഫ് കോഴ്സ് ഇൻസെക്യൂറായ 4th എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞ് ലക്ഷ്മി അയാൾ വിശ്വസിപ്പിച്ചെങ്കിലും എനിക്ക് സംശയം ബാക്കി. എന്താ അയാൾക്ക് അവിടെ ജോലി? താൻ ധരിക്കുന്നത് പോലെ അത്ര റിസ്ക് ഉള്ള പണിയൊന്നുമല്ല. പത്രപ്രവർത്തനം തന്നെ. പക്ഷെ റിപ്പോർട്ട് പോകുന്നത് പത്ര ഓഫീസിലേക്കല്ലെന്ന് മാത്രം. 4th എസ്റ്റേറ്റിന്റെ മാന്യത മുഴുവനും ഉണ്ട്. ന്യൂസ് മാത്രം മതി, വ്യൂസ് വേണ്ട. എന്താ ജോലി? യൂസ് യുവർ ജനറൽ നോളജ്. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സോഴ്സ് ഏതാണ്? കേരളത്തിന്റെ റബ്ബർ, ചുക്ക്, കുരുമുളക്, കാഷ്യൂ, മാൻ പവർ. മേ ബി. മണ്ണാങ്കട്ട. ഇതൊന്നുമല്ല. ഞാൻ പറയാം. പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറന്നു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച, വേൾഡ് ബാങ്കിന്റെ ലോൺ. ഇൻ എ വേ യു ആർ റൈറ്റ്. പക്ഷെ അതുമല്ല. പിന്നെ മയക്കുമരുന്നുകൾ. നക്കോട്ടിക്സ്, കഞ്ചാവ്, LSD, ബ്രൗൺ ഷുഗർ തുടങ്ങി പെഡോൺസ് എന്നറിയപ്പെടുന്ന സ്പേസ് ഏജ് ചരക്ക് വരെ ഉപയോഗിക്കുന്നവർ ആജീവനാന്തം അഡിക്ട്സ്. അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ്, മരിയുവാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തുന്നു. പ്രോസസിംഗ് ഇവിടെയാണ്. വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസിംഗ്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരുടെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ്പ് സീക്രട്ട് ടെക്നോളജി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ പോട്ടെ. ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്നറിയോ? എക്സ്പോർട്ട് സോൺ, കയറ്റുമതി മേഖല. ഇറ്റ്സ് നോട്ട് ബോംബെ, നോട്ട് കാൽക്കട്ട ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ. കേരളമാണ്. യെസ്, ആ ബ്ലഡി കേരള. ആരാ ഇതിന്റെയൊക്കെ പിന്നില്? എന്താ അവരുടെ ലക്ഷ്യം? അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് വാർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ ബോസും സ്മഗ്ലർ തന്നെ. മയക്കുമരുന്നല്ല, സ്വർണത്തിലാണ് താല്പര്യം. ഹരിയേട്ടന്റെ ബോസ്? തൽക്കാലത്തെ ബോസ്. ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ. ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ്. അത്ര തന്നെ. അയാളുടെ ഒരു പഴയ ശിങ്കടിയാണ് ഇപ്പോഴത്തെ നക്കോട്ടിക് കിങ്. പഴയ പക. എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്താൽ പിന്നെ തമ്മിത്തല്ല അവര് തങ്ങളിലായിക്കോളും. നമുക്ക് സുഖം, സ്വസ്ഥം. എനിക്ക് ശരിക്കും പേടിയൊന്നുണ്ട് ഹരിയേട്ടാ. ഇത്രയും ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാലും ഇനി ഹരിയേട്ടൻ പിന്മാറില്ലെന്ന് എനിക്കറിയാം. മനസ്സിന്റെ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാനിതൊക്കെ ജൂലിയോടൊന്ന് പറഞ്ഞോട്ടെ, ഒരാശ്വാസത്തിന്.
അവളെ വിശ്വസിക്കാമോ? തീർച്ചയായും. എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി. എന്ത് മിസ്സി? നിന്റെ ഹരിയേട്ടൻ ആ ബോസിന്റെ പേര് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. നോ, ഹരി നിന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ല, പറയേയില്ല. അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു, മനഃപൂർവ്വം. നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക. ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ. ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തോ ഒരിത്. കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്ക് എന്താ ഇത്ര വിരോധം? ലക്ഷ്മി, ലക്ഷ്മി എന്നോട് പിണങ്ങിയോ? എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഇഷ്ടമുണ്ട്, ഒരുപാട് ഇഷ്ടം, ഒരുപാട് നന്ദി, ഒരുപാട് കടപ്പാട്. അതൊക്കെ നിന്നോട് മാത്രം. അയ്യേ, എന്താ ഇത്? മദാമ്മക്കുട്ടി ചിണുങ്ങാ? അതിരിക്കട്ടെ, ഹരിവർമ്മ തമ്പുരാന് അടിയൻ എപ്പോഴാ ഒന്ന് മുഖം കാണിക്ക? ആ, അത്രയ്ക്ക് രോമാഞ്ചൊന്നും വേണ്ട. നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട്. കണ്ണുവെച്ചാളല്ലേ? അങ്ങേരാണെങ്കി ബോംബെ പാർട്ടി. നിന്റെ ഈ ചെത്ത് സ്റ്റൈലും ഒക്കെ കണ്ടാ വേണ്ട വേണ്ട, നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട, ഫോട്ടോയിൽ ഒതുക്ക. നോക്കട്ടെ, അയ്യോ. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട് സർ, ഹരിപ്രസാദിനെ. അയാൾ ഹരിപ്രസാദ് അല്ല സർ, സൂര്യയാണ്, സൂര്യ. അയാൾ അന്ന് കടൽ തീരത്ത് നിന്ന് വെല്ലുവിളിച്ചപ്പോൾ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമായിരുന്നു, കാണിക്കുമായിരുന്നു. അന്നത്തെ കടപ്പുറത്തെ അടിപിടിക്ക് ശേഷം KK നായരും സൂര്യയും തമ്മിലുള്ള ഗ്യാങ് വാർ സ്ട്രോങ് ആയി എന്ന് ഞാൻ അറിഞ്ഞു. അയാളുടെ ഗോഡൌണുകൾ ഒന്നും സേഫ് അല്ലാതായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എന്റെ വീടൊരു ഗോഡൌൺ ആക്കേണ്ടി വന്നു ഡാഡിക്ക്. ഞാനും മമ്മി എതിർത്തതാ, പക്ഷേ KK നായരെ വിലക്കാൻ ഡാഡിക്ക് ഭയം. ഞാനിതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു. ആ പൊട്ടിപ്പെണ്ണ് ഇതൊക്കെ ഹരിപ്രസാദിനോട് പറഞ്ഞു എന്ന് ഉറപ്പ്. നിങ്ങളങ്ങോട്ട് മാറിയോ? വില്യംസ് എവിടെ? എന്താ, എന്തിനാ? അയ്യോ, പോലീസോ? എവിടെ പ്രൊമോഷൻ? മൈക്ക് പോയോ? എനിക്കറിയില്ല സാർ. Come on, search. What, sir? Hello. No. My God. No, sir, please. Please. അയ്യോ, ബാഗിൽ ഒന്നുമില്ല സാർ. അയ്യോ, എന്താണ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ അല്ലേ? അയ്യോ,
sure. 100%. Upon God, upon mother. എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടതാ. അത് അയാളായിരുന്നു, നിന്റെ ഹരിയേട്ടൻ. ജൂലി പതുക്കെ, നീ ആരെയോ കണ്ടു എന്നുള്ളത് സത്യം. അപ്പോഴത്തെ ഒരു വല്ലാത്ത മൂഡില്, അതും ബോട്ടില് നീ കണ്ടത് ഹരിയേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ നിൽക്കുന്ന നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? കണ്ടു ഞാൻ, അത് അയാൾ തന്നെ. ലക്ഷ്മി പ്ലീസ് തർക്കിക്കരുത്. ജൂലി, അതൊക്കെ പോട്ടെ. വില്യങ്ങളി ലോക്കപ്പിൽ, മാഗി ആന്റി ആണെങ്കിൽ കരഞ്ഞു തളർന്ന് വീട്ടിൽ. ഒരു ജാമ്യത്തിന് ശ്രമിക്കണ്ടേ? നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാം. പ്രയോജനമില്ല ലക്ഷ്മി. വിത്ത് എവിഡൻസ്, ദൃക്സാക്ഷികൾ ധാരാളം, അതും നർക്കോട്ടിക്സ്. ജാമ്യം കിട്ടില്ല, ശിക്ഷ ഉറപ്പാ. പാവം ജൂലി, അവൾക്കിനി നമ്മളൊക്കെ അല്ലാതെ ആരാ ഉള്ളത്? ഞാനാ ഇപ്പൊ സഹായിക്കുന്നത്. എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നുള്ള വിഡ്രോവൽസാ. ഹരിയേട്ടാ, ജോലിക്ക് എന്താ ഹരിയേട്ടനോട് ഇത്ര വിരോധം? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പെൺകുട്ടി. വല്ലാത്ത ക്രിമിനൽ സിറ്റുവേഷൻസിലൊക്കെ അവൾ എന്നെ കൃത്യമായി കാണുകയും ചെയ്യും. കർമ്മദോഷം. ഞങ്ങൾ തമ്മിൽ വല്ല ജന്മാന്തര വിരോധവും കാണും. ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അടുത്ത ആഴ്ചയാ അച്ഛൻ വിവാഹ നിശ്ചയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ കുടുക്കിന്നൊന്ന് രക്ഷപ്പെടുക? എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, നാളെ തന്നെ. ഏതെങ്കിലും ഒരു സബ് രജിസ്ട്രാർ ഓഫീസ്, മുദ്രക്കടലാസും നാട്ടുകടപ്പുള്ള കൈക്കൂലിയും ചേർത്താൽ മാക്സിമം 1000 രൂപ ചെലവ് വരും. അച്ഛൻ തകർന്നു പോകും ഹരിയേട്ടാ. വേറെന്തെങ്കിലും വഴി? ഞാൻ വലിയ അണ്ടർവേൾഡ് ഡോൺ ആണെന്നല്ലേ ജൂലിയുടെ അഭിപ്രായം? എങ്കിൽ ആ വഴിക്കുന്നോ. ശശി വർമ്മയെ കാച്ചേക്കട്ടെ ഇന്ന് രാത്രി തന്നെ. ഒരുപാട് സ്മാർട്ട് ആകല്ലേ. വലിയ ക്രിമിനൽ മൈൻഡിന്റെ ആശാനാണെന്ന ഭാവം. ഒരു വക്രബുദ്ധി പറഞ്ഞുതരാൻ പറ്റില്ലേ? പറ്റും. ഞാനും നീയും തമ്മിൽ തിരിയും. ജൂലി പറഞ്ഞതെല്ലാം സത്യം. ഞാൻ ദുഷ്ടൻ, ക്രൂരൻ, കള്ളക്കടത്തുകാരുടെ ഏജന്റ്. ദൈവം കറക്റ്റ് സമയത്ത് തന്നെ രക്ഷിച്ചു. ശശി വർമ്മയെ തന്നെ വിവാഹം ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ജൂലിയെ വിശ്വസിപ്പിക്കുക. അവൾ ഒറ്റിയാൽ ഞാൻ ഉപദേശിക്കാൻ പോകുന്ന വക്രബുദ്ധി എല്ലാം പൊളിയും. അപ്പുറത്തിരിക്കുന്നവർ കൊടുക്കും. പുഷ്പെടുത്ത് കൊടുക്ക. മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ച് പുഷ്പം എടുത്തോളൂ. മോതിരമാരത്തിന് സമയമായി, കുട്ടിയെ വിളിക്കുക. മോളെ സമയമായി, ലക്ഷ്മിയെ വിളിക്കുക. ആന്റി, മുഹൂർത്ത സമയമായി, വേഗം ചെല്ലാൻ പറഞ്ഞു. ആ മോളെ, വേഗം അവിടെ. അങ്ങോട്ടിരുന്നോളൂ, ആ പുഷ്പം എടുത്ത് കൊടുക്ക. മോളെ, പൂവെടുത്തോളൂ. ഈശ്വരനെ ധ്യാനിച്ച് പൂവിട്ട് തൊഴുതോളൂ. അവിടെയല്ല. വാട്ട് ഈസ് ദിസ്? മോളെ, ഇവിടെയല്ല അവിടെ. അയ്യോ, തെറ്റിപ്പോയല്ലേ. സോറി സോറി കേട്ടോ മോളെ. സോറി കേട്ടോ. എന്താ ഇത്? ക്ഷമിക്കണേ. എന്തായി കളിക്കണേ? എന്തായത്? ലക്ഷ്മി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എന്റെ എനർജി അല്പം ചോർന്നു പോയി. എന്തായി കാട്ടണേ? മോളെ ലക്ഷ്മി, സോറി സോറി മിസ്റ്റർ ശർമ്മ. വരൂ ചോർന്നു മോളെ. പോയി. മോളെ മോളെ.
ഡൈസഫോ 5 ഇഞ്ചി ഇൻട്രാവിനസ് ദാറ്റ് വിൽ ഡു. യെസ് ഡോക്ടർ. ഭയപ്പെടാനൊന്നുമില്ല, ഒരു മൈനർ ഇംബാലൻസ്. എനിക്കല്പം സംസാരിക്കാനുണ്ട്, അച്ഛനോട്, അമ്മയോട്, പിന്നെ ദാ ഈ കൂട്ടുകാരിയോട്. കുട്ടിക്ക് എന്താ അസുഖം? നമുക്ക് പിന്നീട് സംസാരിക്കാം. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ലക്ഷ്മി, മോതിരം മാറ്റം അലസിയല്ലേ? ഹരിയേട്ടന്റെ ബുദ്ധി കലക്കി. ഒരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും കെട്ടു, അതും ഒരു സൈക്കാട്രിസ്റ്റ്. ഓഹോ, അപ്പൊ ഇതും അയാളുടെ ബുദ്ധിയായിരുന്നല്ലേ? യെസ്. ഹൗ വാസ് മൈ പെർഫോമൻസ്? യു സ്റ്റുപ്പിഡ്, യൂസ്ലെസ് ഫൂൾ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ജൂലി പ്ലീസ്, കളിക്കല്ലേ മോളെ. ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റും, പ്ലീസ്. കോലോത്തെ അടിച്ചുതളിക്കാരി, കുഞ്ഞിക്കാവിന്റെ മകൻ ഹരി, ലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ. ആരുടെയോ മാലയോ വളയോ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞിക്കാവിനെയും മകനെയും പുറത്താക്കിയത്. മോഷണം സത്യമോ അസത്യമോ അറിയില്ല. കുഞ്ഞിക്കാവിന്റെ മരണശേഷം ഹരി ഏതോ ഓർഫനേജിലായി എന്ന് കേട്ടു. ഈശ്വര, അവൻ പ്രതികാരത്തിനിറങ്ങിയത് എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ നേർക്കാണല്ലോ. ഇതൊക്കെ ആലോചിച്ച് തളരരുത്. ഹരിപ്രസാദിന്റെ പ്ലാനിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കിഡ്നാപ്പിംഗ്, അതും ലക്ഷ്മിയുടെ അറിവോടെ. നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി അയാൾ നിസ്സാരമായി കടത്തിക്കൊണ്ടു പോവും. ഇനിയുള്ള കഥകളെല്ലാം സാറിനറിയാമല്ലോ. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹരിപ്രസാദ് ലക്ഷ്മിയുമായി രക്ഷപ്പെട്ടു. പോലീസ് കേസിനൊന്നും പോയില്ലെങ്കിലും തമ്പുരാൻ നാടുനീളെ അന്വേഷകരെ അയച്ചു. കണ്ടെത്താനാവാതെ അവർ മടങ്ങിയതോടെ തമ്പുരാനും തകർന്നു. 1 മാസത്തോളം ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലും വീടുമായി ഞാനും സമയം കഴിച്ചു. ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല, ഹരിപ്രസാദിന് വേണ്ടിയും. ഒരു നാൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്റെ ഹോസ്റ്റൽ റൂമിലെത്തി. ജൂലി, 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 you cheated. I'm sorry. നിന്നെയും വഞ്ചിക്കേണ്ടി വന്നു. അന്ന് ഹരിയേട്ടനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യുമായിരുന്നു. ചെയ്തു. സോറി മോളെ, ക്ഷമിക്കടി. ദിസ് ഫ്രം ബോംബെ. ഇത് ഊട്ടിന്നാ, ഇത് ബാംഗ്ലൂർ. ആ, ഇത് കണ്ടോ, ജമ്മുന്നാ. അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ നിനക്കൊരു അസൽ കാശ്മീരി ചായ ഉണ്ട് കേട്ടോ. ആ, ഒന്ന് വന്നേ. എന്തിനാ? ഹരിയേട്ടൻ കാറിലിരിപ്പുണ്ട്, വാ പരിചയപ്പെടുത്താം. ഇങ്ങോട്ട് കയറി വന്ന് നിന്നെ കാണാൻ പുള്ളിക്കൊരു ചളിപ്പ്. ഇല്ല, ഞാനില്ല. വേണ്ടെങ്കിൽ വേണ്ട, ഇനി ഒരിക്കലാകാം. നീ കോകിലകത്ത് പോയോ? ഞാൻ ഇന്നലെയും പോയിരുന്നു. ആദ്യത്തെ ഷോക്ക് മാറി. ഇപ്പോ ദേ ആർ നോർമൽ. നീ അവിടെ വരെ ഒന്ന് പോണം. എന്നെ തേടി നീ വരുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ കോവിലകത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു തമ്പുരാൻ. സത്യം? സത്യം. പിന്നെ തമ്പുരാട്ടിയുടെ മാരീഡ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഐ എം വെരി ഹാപ്പി. ഇത് കള്ളല്ലോ. ഇനി ഞാൻ എന്റെ മോളോട് നുണ പറയില്ല. ഹണിമൂൺ എങ്ങനെയുണ്ടെന്ന് പറ. പോടി. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പറയടി പെണ്ണെ.